നമ്മൾ ഇന്നലെ ഒരു 3 ട്രേഡ്സാണ് എടുത്തിരുന്നത്. നമ്മൾ ബിറ്റ്കോയിനിൽ ട്രേഡ്സ് എടുത്തിരുന്നു, എതേറിയത്തിൽ ട്രേഡ്സ് എടുത്തിരുന്നു, സൊലാനയിൽ ട്രേഡ്സ് എടുത്തിരുന്നു. ഈ 3 ട്രേഡ്സും ഓൾറെഡി നമുക്ക് ഇന്നലെ SL ഹിറ്റ് ചെയ്യുന്നു. അത്യാവശ്യം നല്ല പ്രോഫിറ്റ് റണ്ണിങ് ആയിരുന്നൊരു ട്രേഡ്സുകളായിരുന്നു. ബട്ട് മാർക്കറ്റ് അഗ്രസീവായിട്ട് മൂവ് ചെയ്തതുകൊണ്ട് തന്നെ നമ്മുടെ 3 ട്രേഡ്സും SL ആയിരുന്നു. നമ്മുടെ വ്യൂ ബെയറിഷ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ സ്റ്റിൽ വെയിറ്റിംഗ് ആണ്. മാർക്കറ്റ് എന്താണ് ചെയ്യാൻ പോകുന്നത് വെയിറ്റിംഗ് ആണ്. അതിനുശേഷം നമുക്ക് എക്സാക്ട് നല്ലൊരു സോണിൽ നിന്ന് നമ്മൾ താഴത്തേക്ക് ട്രേഡ്സാണ് പ്ലാൻ ചെയ്തത്. നല്ലൊരു എൻട്രി സോണൊക്കെ വെയിറ്റ് ചെയ്യുകയാണ്. എവിടെയാണോ നല്ല എൻട്രി കിട്ടുന്നത് അപ്പോൾ നമ്മളത് എൻട്രി എടുക്കുകയും സ്റ്റിൽ നമ്മുടെ പ്രീമിയം ഗ്രൂപ്പിൽ ടെലഗ്രാമിലും അതുപോലെ തന്നെ വാട്സപ്പ് ഗ്രൂപ്പിൽ അത് പോസ്റ്റ് ചെയ്യുന്നതാണ്. ഹായ് ഓൾ, ട്രേഡ് മാക്സ് അക്കാദമിയുടെ ഒരു മാർക്കറ്റ് അനാലിസിസ് ഒക്കെ സ്വാഗതം. നമുക്ക് എന്തായാലും നോക്കാം മാർക്കറ്റ് എന്താണ് സംഭവിച്ചത്. ഇന്നലെ നമ്മൾ ഓൾറെഡി മാർക്കറ്റിൽ ട്രേഡ്സ് എടുത്തിരുന്നു. നമ്മൾ 3 ട്രേഡ്സ് എടുത്തിരുന്നു. അത് SL ആണോ അല്ലെങ്കിൽ ടാർജറ്റ് ആയോ, നമ്മൾ കോസ്റ്റ് എക്സിറ്റ് ചെയ്തെന്നുള്ളത് നമുക്ക് എന്തായാലും നോക്കാം. മാർക്കറ്റിൻ്റെ അവസ്ഥ എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. മാർക്കറ്റിൽ ഈ ഒരു സോണിൽ നിന്നാണ് ഓൾറെഡി ട്രേഡ് എടുത്തിരുന്നത്. നമ്മൾ മാർക്കറ്റിൽ ട്രേഡ് എടുത്ത ആ ഒരു സോണിൽ നിന്ന് മാർക്കറ്റ് ഏകദേശം 1000 പോയിന്റ് താഴത്തേക്ക് മൂവ് ചെയ്തിരുന്നു. എന്നിരുന്നാലും പക്ഷേ നമുക്ക് ടാർജറ്റ് എന്ന് പറയുന്നത് മാർക്കറ്റ് ഒരു 450 പോയിന്റ് താഴത്തേക്ക് വന്നിരുന്നെങ്കിൽ നമുക്ക് ടാർജറ്റിൽ എക്സിറ്റ് ചെയ്യാൻ കഴിയുമായിരുന്നു. ബട്ട് മാർക്കറ്റ് ന്യൂസ് ബേസിൽ മാർക്കറ്റ് അഗ്രസീവ് മൊമെൻറ്റമാണ് മാർക്കറ്റ് ഇന്നലെ തന്നത്. നമ്മൾ നോക്കി കാണാൻ സാധിക്കും. മാർക്കറ്റ് ഒരു അഗ്രസീവ് മൊമെൻറ്റം മാർക്കറ്റ് നടന്നു. 1 hour ക്യാൻഡിൽ നമുക്ക് എക്സൽ ഹിറ്റ് ചെയ്യിച്ചിരുന്നു. അതിനുശേഷം മാർക്കറ്റ് ഒരു ബൈയിങ് പ്രഷറാണ് കാണിച്ചത്. പക്ഷേ നമ്മൾ എക്സാക്റ്റ് ഈ ഒരു സോൺ നമ്മൾ സെൽ ഏരിയ ഓൾറെഡി മാർക്ക് ചെയ്തൊരു സോൺ ആയിരുന്നു, നമ്മുടെ സപ്ലൈ സോൺ ആയിരുന്നു. പക്ഷേ സ്റ്റിൽ മാർക്കറ്റ് ഇങ്ങനെ ഒരു മൊമെൻറ്റം അഗ്രസീവ് മൊമെൻറ്റം തരുന്നതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു ഏരിയയിൽ എൻട്രി ഒന്നും പ്ലാൻ ചെയ്തിരുന്നില്ല. നമ്മൾ ഇന്നലെ ഒരു 3 ട്രേഡ്സാണ് എടുത്തിരുന്നത്. നമ്മൾ ബിറ്റ്കോയിനിൽ ട്രേഡ്സ് എടുത്തിരുന്നു, എതേറിയത്തിൽ ട്രേഡ്സ് എടുത്തിരുന്നു, സൊലാനയിൽ ട്രേഡ്സ് എടുത്തിരുന്നു. ഈ 3 ട്രേഡ്സും ഓൾറെഡി നമുക്ക് ഇന്നലെ SL ഹിറ്റ് ചെയ്യുന്നു. അത്യാവശ്യം നല്ല പ്രോഫിറ്റ് റണ്ണിങ് ആയിരുന്നൊരു ട്രേഡ്സുകളായിരുന്നു. മാർക്കറ്റ് അഗ്രസീവ് മൊമെൻറ്റം വന്നതോടുകൂടി നമുക്ക് നിങ്ങൾ നോക്കി കാണാൻ സാധിക്കും. എതേറിയം നമുക്ക് അത്യാവശ്യം ഒരു ചെറിയ പോയിന്റോടെ മൂവ് ചെയ്തിരുന്നെങ്കിൽ നമുക്ക് ടാർജറ്റ് എക്സിറ്റ് ചെയ്യാൻ കഴിയുമായിരുന്നു. കാരണം സൊലാനയും അതുപോലെ തന്നെയായിരുന്നു. ബട്ട് മാർക്കറ്റ് അഗ്രസീവായിട്ട് മൂവ് ചെയ്തതുകൊണ്ട് തന്നെ നമ്മുടെ 3 ട്രേഡ്സും SL ആയി. എന്ന് പറഞ്ഞാൽ ജൂലൈ മാസത്തെ ആദ്യത്തെ ട്രേഡ് നമ്മൾ SL ആരംഭിച്ചിരിക്കുന്നത്. ബട്ട് നമുക്ക് പ്രശ്നമില്ല. നമ്മൾ സ്റ്റിൽ ഇനി നമുക്ക് ഏകദേശം 28 ദിവസം അല്ലെങ്കിൽ 29 ദിവസം നമുക്ക് ഓൾറെഡി ഉണ്ട്. നമുക്ക് സ്റ്റിൽ നമുക്കത് പ്രോഫിറ്റിൽ എൻഡ് ചെയ്യാൻ, ഈ മാസം പ്രോഫിറ്റ് എൻഡ് ചെയ്യാൻ കഴിയുമെന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. ഇപ്പം നിലവിൽ നമുക്ക് പ്ലാനുകളൊന്നും തന്നെ ഇല്ല. മാർക്കറ്റ് സ്റ്റിൽ ഒരു അഗ്രസീവ്, നമ്മുടെ വ്യൂ ഇപ്പോഴും ബെയറിഷ് തന്നെയാണ്. സ്റ്റിൽ ഇത് നമ്മളൊരു മാനിപ്പുലേഷനായിട്ട് മാത്രമാണ് കണക്കൂട്ടിയിരിക്കുന്നത്. നമ്മുടെ വ്യൂ ബെയറിഷ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ സ്റ്റിൽ വെയിറ്റിംഗ് ആണ്. മാർക്കറ്റ് എന്താണ് ചെയ്യാൻ പോകുന്നത് വെയിറ്റിംഗ് ആണ്. അതിനുശേഷം നമുക്ക് എക്സാക്ട് നല്ലൊരു സോണിൽ നിന്ന് നമ്മൾ താഴത്തേക്ക് ട്രേഡ്സാണ് പ്ലാൻ ചെയ്തത്. ഇത് നമ്മളൊരു അതൊരു സപ്ലൈ സോണാണ്. പക്ഷേ മാർക്കറ്റ് അഗ്രസീവ് മൊമെൻറ്റം തരുന്നതുകൊണ്ട് തന്നെ നമ്മളിവിടെ ട്രേഡ്സുകളൊന്നും പ്ലാൻ ചെയ്യുന്നില്ല. സ്റ്റിൽ നമ്മൾ വെയിറ്റിംഗ് ആണ്. മാർക്കറ്റിൽ എന്താണ് സംഭവം അല്ലെങ്കിൽ മാർക്കറ്റിൻ്റെ ഈ മാനിപ്പുലേഷൻ എവിടം വരെ ഉണ്ടെന്ന് നോക്കിയതിന് ശേഷം മാത്രമേ നമ്മൾ മറ്റു ട്രേഡ്സിനെ പറ്റി തൽക്കാലം പ്ലാൻ ചെയ്യുന്നുള്ളൂ. സ്റ്റിൽ നിങ്ങൾക്കറിയാം നമ്മുടെ ട്രേഡ്സ് പ്ലാനിൽ എന്നും ട്രേഡ്സ് ഇല്ല. എക്സാക്റ്റ് സോണുകളിൽ വരും മാത്രമാണ് നമുക്ക് ട്രേഡ്സ് ഉള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് വെയിറ്റിംഗ് എന്ന് പറയുന്നത് നമുക്ക് വിഷയമുള്ള കാര്യമല്ല. അതുകൊണ്ട് നമ്മൾ തൽക്കാലം വെയിറ്റ് ചെയ്യുകയാണ്. നല്ലൊരു എൻട്രി സോണിലൊക്കെ വെയിറ്റ് ചെയ്യുകയാണ്. എവിടെയാണോ നല്ലൊരു എൻട്രി കിട്ടുന്നത് അപ്പോൾ നമ്മളത് എൻട്രി എടുക്കുകയും സ്റ്റിൽ നമ്മുടെ പ്രീമിയം ഗ്രൂപ്പിൽ ടെലഗ്രാമിലും അതുപോലെ തന്നെ വാട്സപ്പ് ഗ്രൂപ്പിൽ അത് പോസ്റ്റ് ചെയ്യുന്നതാണ്. സ്റ്റിൽ നമുക്കത് നോക്കാം. ഞങ്ങൾ എൻട്രി എടുക്കുമ്പോഴത്തേക്ക് നമ്മൾ കമ്മ്യൂണിറ്റിയിൽ അപ്ഡേറ്റ് ചെയ്യും. ഇപ്പം നിലവിൽ പ്ലാനൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ വൈൻഡപ്പ് ചെയ്യുന്നു. ഗുഡ് ബൈ.